ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വെരി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ ഇന്ന് നമ്മോടൊപ്പം കല്ലറക്കലിൻ്റെ സ്വന്തം ദിൽജിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം ദിൽജിൻ ചേട്ടൻ. നമസ്കാരം വേണ്ട ആവശ്യമില്ല, പുള്ളി നമ്മളൊരാളാണ്. അതെ, സ്ഥിരമായി കഴിഞ്ഞു. ഇനി കൂടുതൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ പോസ്റ്റ് മാറി എൻ്റെ സ്ഥാനത്ത് നിൽക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഡയമണ്ട് സംഭവങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ? യെസ്. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡയമണ്ട് ബാംഗിൾസ് ബ്രേസ്ലെറ്റും ആണ്. ഡയമണ്ട് ബാംഗിൾസും ഡയമണ്ട് ബ്രേസ്ലെറ്റ്സും ആണ് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാൻ ഒരെണ്ണം അങ്ങ് എടുത്ത് തരാം. ഓക്കെ, യെസ്. റോസ് ഗോൾഡ്. ഇത് റോസ് ഗോൾഡ് അല്ലേ? റോസ് ഗോൾഡ് പഠിച്ചു, ഞാൻ എല്ലാം പഠിച്ചു. റോസ് ഗോൾഡിന്റെ ഒരു ബാംഗിൾ ആണ്. ഡബിൾ ലോക്ക് സിസ്റ്റം ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നവർക്ക് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഡെയിലി വെയർ ആണ്. ഡയമണ്ട്സ് 18 ക്യാരറ്റിലാണ് ചെയ്യുന്നത്. 18 ക്യാരറ്റ് ചെയ്യുന്നത് നോർമൽ 18 ക്യാരറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വളകൾ നമ്മൾ ഡെയിലി യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് വരും. മറിച്ച് 18 ക്യാരറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റോൺസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് സ്റ്റോൺസ് ആണ് വരുന്നത്. നമുക്ക് 90% സ്റ്റോൺ വാല്യൂ റീസെയിലബിളും ആണ്. സ്റ്റോൺ നമുക്ക് നഷ്ടപ്പെടുന്നതല്ല. സാധാരണ നമ്മുടെ സാധനങ്ങളൊക്കെ ഗ്യാരണ്ടീഡ് ഐറ്റം ആണ്. ഇത് സ്റ്റോൺ 90% സ്റ്റോൺ വാല്യൂ നിങ്ങൾക്ക് ഗിവ് ബാക്ക് ആണ്, തിരിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ സ്റ്റോൺ വീണ് പോവോ അങ്ങനത്തെ ഒരു കംപ്ലൈന്റും ഈ സാധനത്തിന് വരുന്നില്ല. ഡെയിലി യൂസ്, അതാണ് ഏറ്റവും വലിയ എന്താ പറയാ മെയിൻ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാം. 18 ക്യാരറ്റിൽ വരുന്നതുകൊണ്ട് സെക്യൂർ ആണ് കേട്ടോ. ഡബിൾ ലോക്ക് സിസ്റ്റം ആണ് വരുന്നത്. ഫസ്റ്റ് ലോക്ക് വീണു, ലോക്ക് ചെയ്തു, സെറ്റായി ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ വീണ്ടും ഒരു ലോക്ക് കൂടെ ഉണ്ട്. ഈ വാച്ചിന്റെ ഒക്കെ ലോക്ക് പോലെ ഡബിൾ ലോക്ക് ആണ്. അതുകൊണ്ട് നമുക്ക് സെക്യൂർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു ഡാമേജോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനത്തെ ഒരു പേടി ഇതിന് ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വളകളാണ് ഇത് വരുന്നത്. അപ്പൊ അതൊരു വള. വേറൊരു അഡ്ജസ്റ്റബിൾ ഡയമണ്ട് റിംഗ് അല്ല, ഡയമണ്ട് വള ഞാൻ കാണിച്ചു തരാം. അഡ്ജസ്റ്റബിൾ ആണോ? അഡ്ജസ്റ്റബിൾ അല്ല, ഇങ്ങനെ സ്ലൈഡിങ്. അത് തന്നെ, നമ്മൾ വലിയ വളയല്ല വരുന്നത്. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടൈപ്പ് വളയാണ്. ഏകദേശം ഒരു 1/2 പവൻ ആ റേഞ്ച് വള വരുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു കയ്യില് സ്ലൈഡിങ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ വളവിന് വിഷയമോ അങ്ങനത്തെ കാര്യങ്ങളോ അത് ഏറ്റവും വലിയ മെയിൻ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഒരു സാധാ വള എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് എന്തെങ്കിലും നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ചളങ്ങും. പക്ഷെ ഈ സംഭവം നമ്മളിങ്ങനെ വളച്ചാണ് കയ്യിൽ കേട്ടണത്. പക്ഷെ അത്ര സ്ട്രോങ് ആണ്. കണ്ടോ, നമ്മൾ നമ്മുടെ കയ്യിന്റെ വണ്ണം അനുസരിച്ച് ഇത് വളച്ച് കയറ്റിയാലും ഇതിന് ഒരു കുഴപ്പം പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. സ്റ്റോൺ ആണ് ഇതിന്റെ സാധാരണ ആൾക്കാർ എടുക്കുന്ന സമയത്ത് ചോദിക്കും, ഇതിന്റെ സ്റ്റോൺ വീണ് പോകില്ലേ എന്നൊരു ചോദിക്കും. അതെ, ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പോലും കഴിഞ്ഞാൽ സാധാരണ ഗം വെച്ച് ചെയ്യുന്നതല്ല, 18 ക്യാരറ്റിൽ മോൾഡ് ചെയ്ത് ചെയ്യുന്ന ഇതാണ്. ആ സാധനം വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ വീണ് പോകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 90% ഇതിന് ബൈബാക്ക് പറയുന്നത്. ഇത് സർട്ടിഫിക്കറ്റ് അടക്കമാണ്, ഡയമണ്ട് സർട്ടിഫിക്കറ്റും ഉണ്ട്. സർട്ടിഫിക്കറ്റ് അടക്കം നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നതാണ്. അടിപൊളി. 90% സ്റ്റോൺ വാല്യൂയും ഗോൾഡ് വാല്യൂയും നിങ്ങൾക്ക് റീസെയിലബിൾ ആയിരിക്കും. അപ്പൊ അതുമായി അപ്പൊ സാധാരണ ഒരു ബാങ്കിളായി ഡയമണ്ടിന്റെ, അതും ഡബിൾ ലോക്ക് ബാങ്കിളായി അല്ലെ? ഡബിൾ ലോക്ക്. പിന്നെ എന്താ സ്ലൈഡിങ് ബാങ്കിളുമായി. ഇനി നെക്സ്റ്റ് അത് രണ്ടും റോസ് ഗോൾഡിലാട്ടോ വന്നിരുന്നേ. ഇനി ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. സാധാരണ നമ്മുടെ ഗോൾഡിന് വിഷമമുണ്ട്, അതും കൂടെ കാണിച്ചു കൊടുക്കാം. അതെ, ഈ ഡബിൾ ലോക്കിൽ തന്നെ നമ്മുടെ സാധാരണ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഗോൾഡിൽ വരുന്നുണ്ട്, റോസ് ഗോൾഡിലല്ലാണ്ട് 3 ടൈപ്പിലും വരും അല്ലേ? റോസ് ഗോൾഡ്, യെല്ലോ ഗോൾഡ് ഉണ്ട്, നോർമൽ വൈറ്റ് ഗോൾഡും വരും. നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് നോക്കാം. ഇതും അതുപോലെയൊക്കെ തന്നെ ഡെയിലി യൂസിന് പറ്റിയ നേരത്തെ ദിൽജിൻ ചേട്ടൻ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ. ഇനി വേറൊരു സ്പെഷ്യൽ ഐറ്റം ദിൽജിൻ ചേട്ടൻ കാണിച്ചു തരും. ബ്രേസ്ലെറ്റുകളാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ബ്രേസ്ലെറ്റുകളാണ് വരുന്നത്. ഇത് നോർമൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റോസ് ഗോൾഡ് കോട്ടിങ്ങിൽ വരുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ നേരത്തെ ബാംഗിൾസ് പറഞ്ഞ പോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നേരത്തെ ഡെമോ ഇട്ട് കൊടുത്തു. കണ്ടപ്പോൾ തന്നെ ആദ്യ ആള് ഏറ്റവും നല്ല ഐറ്റം നോക്കിയിട്ട് ആദ്യമേ പൊക്കി കഴിഞ്ഞു. അടിപൊളി. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരു പീസ് അങ്ങ് ഇട്ടാ മതി, വേറെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഒരു പീസ് തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒത്തിരി ഷോ ഉള്ള ടൈപ്പ് ഒന്നും ആർക്കും സിമ്പിൾ ആയിട്ടുള്ള സാധനം നമുക്ക് നോർമൽ ഗോൾഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിൾ സാധനം നമുക്ക് ഡെയിലി യൂസ്
അവൈലബിൾ ആണ്. ഡെയിലി യൂസ് ഈ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇത് കയ്യിലിട്ടത് ഊരേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചളുങ്ങോ കല്ല് പോവോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നമുക്ക് ഡെയിലി അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്യാം. 3 ടൈപ്പിൽ വരുന്നുണ്ട്. അതൊന്ന് നമ്മൾ ആദ്യം കണ്ടു റോസ് ഗോൾഡ് വരുന്നത്, സെയിം പാറ്റേൺ തന്നെ വരുന്ന ഡിസൈൻ ആണ്. അത് യെല്ലോ ഗോൾഡിൽ വരുന്നത്. ഇന്ന് ഫുൾ ദിൽജൻ ചേട്ടന്റെ കയ്യിലാണ്. ദിൽജൻ ചേട്ടനാണ് ഇന്ന് ഫുൾ എന്റെ സ്ഥാനം ഏറ്റെടുത്ത്. അത് കഴിഞ്ഞ് വൈറ്റ് ഗോൾഡ് ടൈപ്പിൽ വരുന്നത് സിമ്പിൾ ആണ്. ഇതും അതുപോലെ ഏകദേശം ഒരു 1/2 പവനുള്ളിൽ വെയിറ്റ് വരുന്നതാണ്. ലൈറ്റ് വെയിറ്റ്. ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ കണ്ടത് ഗോൾഡാന്ന് പറയില്ല കേട്ടോ. ഞാനാണെങ്കിൽ ചോദിച്ചത് സിൽവർ ആണോ ചോദിച്ചത്. സിൽവർ അല്ല, അത് ഗോൾഡ് തന്നെയാണ്. വൈറ്റ് ഗോൾഡ് പോളിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഫിനിഷിംഗ് ആണ് എല്ലാം. ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്. നമ്മൾ നോർമൽ ഗോൾഡിൽ കാണുന്നതിനേക്കാളും ഫിനിഷിംഗ് സാധനം ചെയ്തു വരുന്നത്. അടിപൊളി. എന്തായാലും പക്ക ഫിനിഷിംഗ് ആണ്. അതിന് ഞാൻ ഗ്യാരണ്ടി. എല്ലാം എന്താ ഒരു ചളുക്കലോ അങ്ങനത്തെ സംഭവങ്ങളോ ഒടിയലോ ഒന്നും വരില്ല. അത്ര ഭയങ്കര പക്കയായിട്ടാണ് ഓരോ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത്. ഓരോ ഡിസൈൻ ആണെങ്കിലും ഇപ്പൊ ഈ സ്ലൈഡിങ് വളയുടെ ഒക്കെ ഈ അറ്റത്ത് വരുന്ന ഓരോ ഡിസൈൻ ആണെങ്കിലും അതിലും കുറച്ച് കസ്റ്റമൈസേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്, യുണീക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എന്താ പറയാ, ദിൽജൻ ചേട്ടന്റെയും നമ്മുടെ ഈ കല്ലറക്കൽ ഷോറൂമിന്റെ ഒക്കെ എല്ലാവരുടെയും കഠിന അധ്വാനം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കാൻ കൊണ്ടുവന്ന കളക്ഷൻസ്. എന്തൊക്കെയായിരുന്നു ദിൽജൻ ചേട്ടാ? ഡയമണ്ടിന്റെ ഡബിൾ ലോക്ക് ബാംഗിൾസ്, സ്ലൈഡിംഗ് ബാംഗിൾസ്, ബ്രേസ്ലെറ്റ്സ് എല്ലാം ഇതൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ വലിയൊരു പാക്കേജ് ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇനി ചെയ്യേണ്ടത് എന്താ? ഇവിടെ വരിക, സാധനം മേടിക്കുക, വരിക, പർച്ചേസ് ചെയ്യുക, പോവുക. അതെ, പർച്ചേസ് ചെയ്യാൻ പോവുക. അതെ, ഇവിടെ വരെ വന്നാൽ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയാ, മേടിക്കാണ്ട് പോവില്ല. അത് എന്താ ഇവര് കൺവിൻസ് ചെയ്ത് മേടിപ്പിക്കണല്ല, നിങ്ങൾ കണ്ട് നിങ്ങൾ അതിനകത്ത് വീഴും ഓരോ സാധനത്തിലും. അത് എന്താ പറയാ, ഞാൻ 100% ഗ്യാരണ്ടി അതിന് നിങ്ങൾ വീണ് പോകുന്നുള്ളതിന്. അപ്പൊ എന്തായാലും വീഴാൻ വേണ്ടി റെഡി ആയിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോറൂമിലോട്ട് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഷോറൂമുകൾ ഉള്ളത് പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലും കണ്ണൂർ പയ്യന്നൂരിൽ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും നമ്മുടെ ഷോറൂം ഉള്ളതാണ്. യെസ്, അപ്പൊ എല്ലാവരും വേഗം വരാ. കൂടാതെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. Kallarackals Gold Park, Payyannur. Our sister concern, Pereppadans Gold Park, Neyyattinkara, Nedumangad, Karunagappally, Kottarakkara and Thrissur.